മലയാള സിനിമയുടെ ചരിത്രത്തെ ജഗതിക്ക് മുൻപും ജഗതിക്ക് ശേഷവും എന്ന് രണ്ടായി വിഭജിക്കാം. അത്രമേൽ മലയാളികളുടെ ചിരിയിലും ചിന്തയിലും അലിഞ്ഞു ചേർന്ന പേരാണ് ജഗതി ശ്രീകുമാർ. നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്ന തമാശകളിൽ തുടങ്ങി നമ്മുടെ സംസാര ശൈലിയിൽ പോലും ആ മനുഷ്യൻ്റെ കയ്യൊപ്പുണ്ട്. ചിരിയുടെ രാജകുമാരൻ എന്നതിലുപരി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ജഗതി ശ്രീകുമാർ. പകരക്കാരനില്ലാത്ത ആ സിംഹാസനം ഇന്നും ഒഴിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അദ്ദേഹം വീൽ ചെയറിലേക്ക് ഒതുങ്ങിയപ്പോൾ തളർന്നത് മലയാള സിനിമ കൂടിയായിരുന്നു. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ മലയാളികളുടെ ഉള്ളിൽ വീണ്ടും പ്രതീക്ഷയുടെ കതിരുകൾ നിറച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം നമ്മൾ പലപ്പോഴും വിമർശിക്കാറുണ്ട്. എന്നാൽ ഇവിടെ സാങ്കേതിക വിദ്യ ഒരു മരുന്നായി മാറുകയാണ്. വീൽ ചെയറിൽ നിന്ന് തൻ്റെ പഴയ സിനിമകൾ കാണുന്ന ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ പഴയ തിളക്കം, താൻ അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വിങ്ങലുണ്ടാകും. ഈ വീഡിയോയിലൂടെ ഏറ്റവും വൈകാരികമായ നിമിഷം വരുന്നത് തുടർന്നാണ്. പതിയെ അദ്ദേഹം വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. പൂർണ്ണാരോഗ്യവാനായി അദ്ദേഹം നടന്നു തുടങ്ങുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു പോകും, ഇത് സത്യമായിരുന്നുവെങ്കിലെന്ന്. കൂടാതെ മലയാള സിനിമയുടെ നെടുംതൂണുകളായ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇടയിലേക്ക് അദ്ദേഹം നടന്നു ചെല്ലുന്നു. ഈ മൂന്ന് പേരും ഒരേ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ പൂർണ്ണത അത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഈ വീഡിയോ നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. ജഗതി ശ്രീകുമാർ എന്ന വ്യക്തിയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ഇത്തരത്തിലൊരു സൃഷ്ടി അദ്ദേഹത്തിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നു. അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ചിരി വീണ്ടും മുഴങ്ങുന്ന സിനിമാ സെറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാറിൻ്റെ ആരോഗ്യത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.